എവരിവൺ, നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് എസ്സേ എന്ന് പറയുന്ന ടൈപ്പ് എന്താണ് എസ്സേ, എങ്ങനെയാണ് അത് എഴുതൽ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മളതിൽ 5 ടൈപ്സ് ഓഫ് എസ്സേസ്, 5 രൂപത്തിൽ എസ്സേകൾ വരുന്നതിനെ കുറിച്ചിട്ടും നമ്മളതിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ബ്ലോക്ക് 1 രണ്ടാമത്തെ യൂണിറ്റാണ്. ഇമ്പോർട്ടൻ്റ് എസ്സേസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട പ്രബന്ധ രചയിതാക്കൾ അല്ലെങ്കിൽ എസ്സേ എഴുതുന്ന ആളുകളെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എസ്സേയിൽ മൊണ്ടൈനെ കുറിച്ചിട്ട് പറഞ്ഞു. മൊണ്ടൈൻ ഫ്രഞ്ച് എഴുത്തുകാരനായിട്ടുള്ള മിഷേൽ ഡി മൊണ്ടൈൻ ആണ് എസ്സേ തുടങ്ങിയത് എന്ന് പറഞ്ഞു. 1850 എസ്സേയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സമാഹാരം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ ചർച്ച ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക്, അഥവാ ഡീറ്റെയിൽഡായിട്ട് ആരൊക്കെയാണ് എസ്സേകൾ എഴുതിയിട്ടുണ്ടായിരുന്നത്, ഏതൊക്കെ കാലങ്ങളിലാണ്, ഏതൊക്കെ തരത്തിലുള്ള എസ്സേകൾ വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്കാണ് നമുക്കിന്ന് പോകാനുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പ്രധാനമായിട്ടും എസ്സേയുടെ ഗ്രോത്തിൻ്റെ സ്റ്റേജുകളാണ് നമുക്കിതിൽ ഒന്നാമതായിട്ട് ചർച്ച ചെയ്യാനുള്ളത്. പിന്നീട് പ്രധാനപ്പെട്ട എസ്സേയിസ്റ്റുകൾ ആരൊക്കെയാണ്, മേജർ എസ്സേയിസ്റ്റുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേയിസ്റ്റുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം ഇതിൽ ചർച്ച ചെയ്യാനുള്ളത്. പിന്നീട് പ്രധാനപ്പെട്ട എസ്സേകൾ, വളരെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വളരെ അറിയപ്പെട്ട പ്രധാനപ്പെട്ട എസ്സേകളുണ്ട്, അതിനെക്കുറിച്ചിട്ടും നമ്മളതിൽ പറയും. പിന്നീട് ഓരോ ഏജിലെ എസ്സേകൾക്കും വ്യത്യസ്ത തരത്തിലുള്ള ഫീച്ചേഴ്സ്, ഘടനകളും അതുപോലെ തന്നെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്താണ് എന്നുള്ളത് കൂടി നമ്മളിതിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ടു ദ കണ്ടൻറ്റ് ഓഫ് ദ ടോപ്പിക്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ ഫിലോസഫിക്കൽ എസ്സേസ് ഉണ്ടായിട്ടുണ്ട്, പേഴ്സണൽ എസ്സേസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് ആ ഒരു ഏരിയയിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ പവർ ഓഫ് ദ എസ്സേ എന്ന് പറയുമ്പോൾ നമ്മുടെ ആശയത്തിലേക്ക് റീഡേഴ്സിനെ കൊണ്ടുവരാനുള്ള ഒരു മികച്ച മാധ്യമമാണ് എസ്സേ. നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ യൂണിറ്റിൽ. അഥവാ നമുക്കൊരു ആശയമുണ്ടെങ്കിൽ ആ ആശയം നമ്മുടെ റീഡേഴ്സിലേക്കും കൂടി എത്തിക്കുക, അവരിൽ നമ്മുടെ ആശയം ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു ഉദ്ദേശമാണ്. സോ അതാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. ദെയർ എസ്സേസ് ഡു മോർ ദാൻ ഇൻഫോം. ജസ്റ്റ് വിവരങ്ങൾ കൈമാറുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അവ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ചലഞ്ച് ചെയ്യും. സ്റ്റീരിയോ ടൈപ്സുകൾ ഉണ്ടെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യും. പിന്നെ അത് നമുക്ക് ഇൻസ്പിറേഷൻ നൽകും. പിന്നെ സൊസൈറ്റി ഇനി ഒരു പുതിയ രീതിയിൽ ഇവോൾവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളതിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവർ എന്താ പറയുക, ദീസ് എസ്സേസ് ഡോണ്ട് ജസ്റ്റ് റൈറ്റ് അബൌട്ട് ദ വേൾഡ്. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കുക എന്നുള്ളത് മാത്രമല്ല പോലെ ഡ്യൂട്ടി. ദേ ഇൻവൈറ്റ് അസ് ടു സീ ഇറ്റ് ഡിഫറെൻ്റ്ലി. നമ്മുടെ ഈ ലോകത്തെ വളരെ വ്യതിരിക്തമായി, വളരെ വ്യത്യസ്തമായിട്ട് എങ്ങനെ നോക്കി കാണാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് എസ്സേയിലൂടെ കാണാൻ കഴിയും. എസ്സേയിലൂടെ ഓതേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടാവുക അതായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് 16th century. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1580 മൊണ്ടൈനിൻ്റെ എസ്സേ വരുന്നത്. അതാണ് ആദ്യത്തെ റെക്കോർഡഡ് എസ്സേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 16ാം സെഞ്ച്വറിയിലാണ് ഇംഗ്ലീഷ് എസ്സേകൾ ജനിക്കുന്നത്. ഫ്രാൻസിസ് ബേക്കൺ പോലത്തെ കുറേ ആളുകൾ പിന്നീട് ഈ ഒരു ഏരിയയിലേക്ക് കടന്നു വരുന്നതൊക്കെ, അതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് 16ാം നൂറ്റാണ്ടിലാണ്. 16ാം നൂറ്റാണ്ടിലാണ് എലിസബത്തൻ ഏജ്. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏജാണ് എലിസബത്തൻ ഏജ്. ക്വീൻ എലിസബത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന എന്താ പറയുക, റൈറ്റേഴ്സിനെയാണ് അല്ലെങ്കിൽ ആ കാലത്തുണ്ടായിരുന്ന സാഹിത്യത്തെയാണ് നമ്മൾ എലിസബത്തൻ ഏജ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും ഡ്രാമ, പോയട്രിയാണ് ഈ ഒരു കാലത്ത് അറിയപ്പെട്ട് സാധനങ്ങൾ. ഇപ്പോൾ ഷേക്സ്പിയറൊക്കെ നമുക്കറിയാം എലിസബത്തൻ ഏജിലാണ് വരുന്നത്. പിന്നീട് അതുപോലെ തന്നെ
ഇംഗ്ലീഷ് പ്രോസ് അക്വയർഡ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. ഇംഗ്ലീഷ് പ്രോസിന് തുടക്കം കുറിക്കുന്നത് എലിസബത്തൻ ഏജിലാണ്. ഡ്രാമിംഗ് പോയട്രിയൊക്കെ പണ്ടേ ഉണ്ടെങ്കിലും ഡ്രാമിംഗ് പോയട്രിക്ക് അതിൻ്റെ ഒരു അത്യുന്നതിയിലെത്തി നിൽക്കുന്നത് എലിസബത്തൻ ഏജിലാണ്. അതേസമയം പ്രോസ് ലിറ്ററേച്ചർ അഥവാ ഗദ്യ സാഹിത്യത്തിന് തുടക്കം കുറിക്കുന്നത് 16ാം സെഞ്ച്വറിയിലെ ഈ എലിസബത്തൻ ഏജിലാണ്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാസ് പ്രിൻറ്റിങ് മെയ്ഡ് പ്രോസ് പോപ്പുലർ. എന്തുകൊണ്ടാണ് എസ്സേയ്സ് അല്ലെങ്കിൽ പ്രോസ് ലിറ്ററേച്ചർ വളരെ സ്വാധീനം ചെലുത്താനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം. ഗുട്ടൻബർഗ് പ്രിൻറ്റിങ് ടെക്നോളജി കൊണ്ടുവന്നതിന് ശേഷമാണ് ജർമ്മനിയിൽ പ്രിൻറ്റിങ് പ്രസ് കൊണ്ടുവന്നു. അത് ഇംഗ്ലീഷ് യൂറോപ്പിലേക്ക് എത്തുന്നത് ഏകദേശം 16ാം സെഞ്ച്വറിയിലാണ്. ആ 16ാം സെഞ്ച്വറിയിൽ ഗുട്ടൻബർഗ് സാധനം കൊണ്ടുവന്നതോടുകൂടെ അത് ഗദ്യ സാഹിത്യത്തിന് വളരെ മികച്ചൊരു ഉണർവേകുകയും അതിനെ തുടർന്ന് ഗദ്യ സാഹിത്യം അല്ലെങ്കിൽ എസ്സേകൾ ഇതുപോലത്തെ ഫീച്ചേഴ്സ് റൈറ്റിങ്സ് ഒക്കെ വളരെ വ്യാപകമായി എഴുതപ്പെടുകയും അതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ കാലത്തെ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരാണ് സർ തോമസ് എലിയോട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട എസ്സേയാണ് ഗവേണൻസ് ഓഫ് ഇംഗ്ലണ്ട്. 1531 അത് എഴുതപ്പെട്ടിട്ടുള്ളത്. പിന്നീട് അടുത്തൊരാളാണ് ജോർജ് കാവൻഡിഷ്. അദ്ദേഹം കർദിനാൾ വോൾസയുടെ ഒരു ബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട പ്രോസ് റൈറ്ററാണ് സർ തോമസ് വിൽസൺ. അദ്ദേഹത്തിൻ്റെ ആർട്ട് ഓഫ് റെട്ടറിക് അതും ഈ ഒരു ഗണത്തിൽ എഴുതപ്പെട്ട വളരെ നല്ല ഒരു എസ്സേയാണ് ആർട്ട് ഓഫ് റെട്ടറിക്. പിന്നീട് വരുന്നതാണ് റോജർ ആഷാമിൻ്റെ ടോക്സ് ഓഫ് ഫിലസ്. 1545 ടോക്സ് ഓഫ് ഫിലസ് എഴുതപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറയേണ്ട സാധനമാണ് 1516 രചിക്കപ്പെട്ട സർ തോമസ് മോറിൻ്റെ യൂട്ടോപ്യ. യൂട്ടോപ്യ കാര്യമായിട്ടും അത് എസ്സേ അല്ലെങ്കിലും ഗദ്യ സാഹിത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് യൂട്ടോപ്യ. അതുപോലെ തന്നെ ഈ ഒരു കാലത്ത് വരുന്ന പ്രധാനപ്പെട്ട ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ എന്നറിയപ്പെടുന്ന ആളാണ് ഫ്രാൻസിസ് ബേക്കൺ. ഫ്രാൻസിസ് ബേക്കൻ്റെ ഒരുപാട് എസ്സേ കളക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫോർമൽ ഇംഗ്ലീഷ് എസ്സേസ്. 1597 അത് ഇറങ്ങുന്നത്. അതിൻ്റെ ടൈറ്റിൽ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് എസ്സേയ്സ് എന്നാണ്. വേറെ അങ്ങനെ ഒരു ടൈറ്റിലൊന്നും ഇല്ലെങ്കിലും പക്ക എസ്സേയ്സ് എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു. അതാണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ എന്നറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് എസ്സേകൾക്ക് ഒരു പുതിയ രീതിയും പുതിയ ആത്മാവും കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ 1597 ഇറങ്ങിയ ഈ എസ്സേസ് എന്ന് പറയുന്നത് പിന്നീട് അദ്ദേഹം 1612 1625 അത് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതിൽ ഒരുപാട് ടോപ്പിക്സിനെ കുറിച്ചിട്ട്, ട്രൂത്തിനെ കുറിച്ചിട്ട് ഒരു എസ്സേ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റഡീസിനെ കുറിച്ചിട്ട്, പഠനങ്ങളെ കുറിച്ചിട്ട്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ടോപ്പിക്സിലുള്ള എസ്സേകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വളരെ ഒബ്ജക്റ്റീവ്, വളരെ പേഴ്സണൽ എസ്സേസ് അല്ലാതെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്ന എസ്സേകളാണ്. ലൂസിഡ്, ക്ലിയർ, മാസ്കുലിൻ, പിതി. അതിൻ്റെ ഒരു ടോൺ എന്ന് പറയുന്നത് വളരെ ക്ലാരിറ്റിയോട് കൂടി വളരെ ഫ്ലോയിങ് ആയിട്ട് മസ്കുലൈൻ രൂപത്തിൽ എഴുതപ്പെട്ട സാധനങ്ങളാണ്. അത് ഇന്നും ബേക്കൻ്റെ എസ്സേകൾക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ സിലബസുകളിലൊക്കെ പഠിക്കപ്പെടുന്ന സാധനമാണ് ബേക്കൻ്റെ എസ്സേ. നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ ബേക്കൻ്റെ ഒരു എസ്സേയെ കുറിച്ചിട്ട് പഠിക്കാനുമുണ്ട്. പിന്നീട് അടുത്ത ഒരു കാലഘട്ടമാണ് 17ാം സെഞ്ച്വറി. 17ാം സെഞ്ച്വറിയിൽ 17th സെഞ്ച്വറിയിൽ 2 പീരീഡ്സാണ് നമുക്കുള്ളത്. അതിലൊന്നാണ് ഏജ് ഓഫ് മിൽട്ടൺ, അടുത്തൊന്നാണ് റീസ്റ്റോറേഷൻ പീരീഡ്. അപ്പോൾ ഏജ് ഓഫ് മിൽട്ടണും
റീസ്റ്റോറേഷൻ പീരീഡും. അങ്ങനെ ഒരു 2 കാലഘട്ടമാണ് നമുക്ക് 17ാം സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്നത്. ഏജ് ഓഫ് മിൽട്ടണിലാണ് പ്രോസ് ലിറ്ററേച്ചർ ഒന്നുകൂടി ഡെവലപ്ഡ് വരുന്നത്. ലൂസ്, റിച്ച്, എലാബറേറ്റ്, ഗ്രാൻഡ് സ്റ്റൈലിൽ എഴുതപ്പെട്ട എസ്സേകളാണ് അല്ലെങ്കിൽ പ്രോസ് ലിറ്ററേച്ചറാണ് അന്നുണ്ടായിരുന്നത്. അന്നത്തെ പ്രോസ് ലിറ്ററേച്ചറൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൽ ലാറ്റിനൈസ്ഡ് വേർഡുകൾ അഥവാ ലാറ്റിന് വന്ന കുറേ വേർഡുകൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് അതിൽ കാണുന്ന ഒരു സംഭവമാണ് റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ ക്യാരക്ടേഴ്സ്. മത പുരോഹിതന്മാർ അല്ലെങ്കിൽ എന്താ പറയുക പ്രവാചകന്മാർ, അങ്ങനത്തെ റിലീജിയസ് ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ഫിലോസഫിക്കൽ ക്യാരക്ടേഴ്സും ഉൾക്കൊള്ളിച്ച് അവരൊക്കെ പറയുന്ന രൂപത്തിലൊക്കെ ഉള്ള ചില എസ്സേകളും പ്രോസ് ലിറ്ററേച്ചേഴ്സൊക്കെയാണ് അന്നുണ്ടായിരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അടുത്ത പീരീഡ് കൂടി പറയുകയാണ്. റീസ്റ്റോറേഷൻ പീരീഡാണ് സെക്കൻഡായിട്ട് 17ാം സെഞ്ച്വറിയിൽ വരുന്നത്. റീസ്റ്റോറേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് ജോൺ ഡ്രൈഡൻ്റെ ഗദ്യസാഹിത്യങ്ങളാണ്. ലിറ്റററി ക്രിറ്റിസിസം, ഇതുവരെ ഇറങ്ങിയ ലിറ്ററേച്ചറുകളെ കുറിച്ചിട്ടുള്ള നിരൂപണങ്ങൾ, സാഹിത്യ നിരൂപണങ്ങളായിരുന്നു അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് ആയിട്ടുണ്ടായിരുന്നത്. ജോൺ ബുന്യാൻ്റെ പ്രോസ് അലീഗറി അഥവാ ജോൺ ബുന്യാൻ്റെ എന്താ പറയുക ദ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ദ പിൽഗ്രിംസ് പ്രോഗ്രസ്, ആ ടെക്സ്റ്റൊക്കെ വരുന്നത് ഈ ഒരു റീസ്റ്റോറേഷൻ പീരീഡിലാണ്. ഡയറി റൈറ്റിംഗ് വളരെ ഡെവലപ്പായി വന്ന ഒരു കാലം കൂടിയാണ് റീസ്റ്റോറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഡയറി റൈറ്റിംഗ്, അതുപോലെ തന്നെ മുന്നേ എന്തുണ്ടായിരുന്നു, ക്രോണിക്കിൾ, ന്യൂസ് പേപ്പർ, പാംഫ്ലെറ്റിയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ലഘുലേഖകളൊക്കെ അടിച്ചിറക്കൽ ഈ പ്രിൻറ്റിംഗ് പ്രസ് വന്നതോടുകൂടി വളരെ സജീവമായിരുന്നു. അപ്പോൾ അതിലൂടെയൊക്കെയാണ് ഗദ്യസാഹിത്യം വളരെ സജീവമായിട്ട് വരുന്നത്. 17ാം സെഞ്ച്വറിയിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരാണ്, ഫസ്റ്റത്തെ ആളാണ് റോബർട്ട് ബർട്ടൻ്റെ ദ അനാറ്റമി ഓഫ് മെലാങ്കലി 1621 ഇറങ്ങിയ സാധനമാണ്. അത് എന്താ പറയുക നോട്ടബിൾ കോൺട്രിബ്യൂഷൻ ടു പ്രോസ് ലിറ്ററേച്ചറാണ്. എസ്പെഷ്യലി മെഡിക്കൽ, ഫിലോസഫിക്കൽ, സൈക്കോളജിക്കൽ പ്രോസിലേക്കൊക്കെ വളരെ നല്ല ഒരു കോൺട്രിബ്യൂഷൻ നൽകിയ സാധനമാണ് അനാറ്റമി ഓഫ് മെലാങ്കലി. മെഡിക്കൽ, ഫിലോസഫിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രോസ്, അതിൻ്റെ വ്യത്യസ്ത തലങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു എസ്സേകളുടെ ഒരു പുസ്തകമാണ് അനാറ്റമി ഓഫ് മെലാങ്കലി. നെക്സ്റ്റായിട്ട് വരുന്നതാണ് സർ തോമസ് ബ്രൗണിൻ്റെ റിലീജിയോ മെഡിസി. 1635 അത് എഴുതപ്പെട്ടിട്ടുള്ളത്. മിക്സ്ചർ ഓഫ് റിലീജിയസ് ഫെയ്ത്ത് ആൻഡ് സയൻറ്റിഫിക് സ്കെപ്റ്റിസിസം, മതവിശ്വാസവും അതുപോലെ തന്നെ എന്താ പറയുക ശാസ്ത്രത്തിൻ്റെ സ്കെപ്റ്റിസിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു സംശയം ഉണ്ടാക്കുന്ന സയൻസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ റിലീജിയനെ കുറിച്ചിട്ടും മതവിശ്വാസത്തെക്കുറിച്ചിട്ടൊക്കെ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്ന പുസ്തകമാണ് സർ തോമസ് ബ്രൗണിൻ്റെ റിലീജിയോ മെഡിസി. നെക്സ്റ്റ് വരുന്നതാണ് ജെറമി ടൈലറിൻ്റെ ഹോളി ലിവിങ്, ഹോളി ഡൈയിങ്. അതൊക്കെ തിയോളജിക്കൽ വർക്ക്സാണ്. നമ്മുടെ മതത്തിൻ്റെ വ്യത്യസ്ത ആസ്പെക്റ്റുകളിൽ നിന്ന് ചർച്ച ചെയ്യുന്ന സാധനമാണ് ഹോളി ലിവിങ്ങും ഹോളി ഡൈയിങ്ങും ഒക്കെ. അടുത്തതാണ് ജോൺ മിൽട്ടൻ്റെ വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് എറോപജിറ്റിക്ക. 1644 ആ ഒരു പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു പുസ്തകം എറോപജിറ്റിക്ക എന്ന് പറയുന്ന പുസ്തകം ഫ്രീഡം ഓഫ് പ്രസ്, പിന്നീട് നമ്മൾ ഇന്നും പുലർത്തി പോരുന്ന സംഭവമാണ് വാർത്താമാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം ഏർപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ഫ്രീഡം ഓഫ് പ്രസ്സിന് ഫ്രീഡം വേണമെന്ന് പറഞ്ഞിട്ട് ആദ്യമായി വന്ന എസ്സേ അല്ലെങ്കിൽ ഒരു അപ്പീൽ പോലെ വന്ന എസ്സേയാണ് എറോപജിറ്റിക്ക. അപ്പോൾ അത് ഇന്നും ഫ്രീഡം ഓഫ് പ്രസ് പറയുന്ന വേദികളിലും പുസ്തകങ്ങളിലും ആർട്ടിക്കിളുകളിലുമൊക്കെ നിരന്തരം കോട്ട് ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട കൃതി കൂടിയാണ് എറോപജിറ്റിക്ക.
അത് 1644 രചിക്കപ്പെട്ടിട്ടുള്ളത്. എങ്ങനെയാണ് സെൻസർഷിപ്പ് ചെയ്യേണ്ടത്, സെൻസർഷിപ്പിന് വിധേയമാകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത് എന്നൊക്കെ വെച്ചിട്ട് വളരെ ഇന്നും വൈഡ്ലി റെഡായിട്ട് വരുന്ന, വ്യാപകമായി വായിക്കപ്പെടുന്ന, റെഫർ ചെയ്യപ്പെടുന്ന പുസ്തകമാണ് എയറോപജറ്റിക്ക. അടുത്തതാണ് 18th സെഞ്ച്വറി. 18ാം സെഞ്ച്വറിയിൽ ദ ഏജ് ഓഫ് ഗ്രേറ്റ് പ്രോസ് വളരെ സജീവമായിട്ട് പ്രോസ് സാഹിത്യങ്ങൾ, ഗദ്യസാഹിത്യങ്ങൾ വന്ന നോവലും കഥകളും എസ്സേകളും ഒക്കെ വളരെ സജീവമായി വന്ന കാലമാണ് 18ാം സെഞ്ച്വറി. മാത്യു ആർണോൾഡ് ഈ ഒരു ടൈമിനെ, മാത്യു ആർണോൾഡ് എന്ന് പറയുമ്പോൾ ലിറ്റററി ക്രിറ്റിക്കാണ്, നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ മാത്യു ആർണോൾഡ് എ സെഞ്ച്വറി ഓഫ് പ്രോസിൻ്റെ ഒരു നൂറ്റാണ്ട് എന്നാണ് 18ാം സെഞ്ച്വറിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് പീരിയോഡിക്കൽസ് ഒരുപാട് വന്ന ഒരു കാലം കൂടിയാണ്. പീരിയോഡിക്കൽ ലിറ്ററേച്ചർ occupied a prominent place. The advancement of periodical press helped the short essay take a great stride forward. പീരിയോഡിക്കൽസ് വന്നുകൊണ്ടുകൂടി തന്നെ ഷോർട്ട് എസ്സേകൾ വളരെ വ്യാപകമായിട്ട് എഴുതപ്പെടുകയും വളരെ വ്യാപകമായി വായിക്കപ്പെടുകയും ചെയ്ത ഒരു കാലമാണ് 18ാം സെഞ്ച്വറി. ഗ്രേറ്റ് പ്രോസ് റൈറ്റേഴ്സ്. ദ പീരിയഡ് ഹാഡ് ഗ്രേറ്റ് പ്രോസ് റൈറ്റേഴ്സ് ലൈക്ക് എഡിസൺ, അതുപോലെ തന്നെ സ്റ്റീല്, ജൊനാഥൻ സ്വിഫ്റ്റ്, ഡാനിയൽ ഡീഫോ, പിന്നെ ജോൺസൺ, ഇവരൊക്കെയാണ് അന്നത്തെ കാലത്ത് വളരെ സജീവമായിട്ട് പ്രോസ് എഴുതിയ പ്രോസ് റൈറ്റേഴ്സ്. ഇപ്പോൾ ജൊനാഥൻ സ്വിഫ്റ്റിൻ്റെ സാറ്ററിക്കൽ എസ്സേയാണ് എ മോഡസ്റ്റ് പ്രൊപ്പോസൽ. 1729 ഈ സാധനം രചിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഡാനിയൽ ഡീഫോ പ്രധാനമായിട്ടും അറിയപ്പെട്ടിട്ടുള്ളത് പാംഫ്ലെറ്റ്സുകൾക്കാണ്. ട്രേഡിനെ കുറിച്ച്, പൊളിറ്റിക്സിനെ കുറിച്ചിട്ട്, സൊസൈറ്റിയുടെ പല വിഷയങ്ങളെക്കുറിച്ചിട്ട് അദ്ദേഹം പാംഫ്ലെറ്റ്സ് അഥവാ നമ്മുടെ ലഘുലേഖകളാണ് ഡാനിയൽ ഡീഫോ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ബർക്കിൻ്റെ റിഫ്ലക്ഷൻസ് ഓൺ ദി റെവല്യൂഷൻ ഇൻ ഫ്രാൻസിലെ റെവല്യൂഷനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് ഓൺ റെവല്യൂഷൻ ഇൻ ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ചിട്ടുള്ള ഒരു എസ്സേ ആണ്. അത് പൊളിറ്റിക്കൽ എസ്സേകളിൽ വളരെ ലാൻഡ്മാർക്കായി നിൽക്കുന്ന, ഇന്നും വൈഡ്ലി വായിക്കപ്പെടുന്ന പുസ്തകമാണ്, എസ്സേകളാണ് റിഫ്ലക്ഷൻസ് ഓൺ റെവല്യൂഷൻസ് ഇൻ ഫ്രഞ്ച് എന്ന് പറയുന്ന ബർക്കിൻ്റെ 1790 എഴുതപ്പെട്ട പുസ്തകം. പിന്നെ സോഷ്യൽ റിഫോംസ് ആയിരുന്നു അധികവും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെ സമുദായത്തെ റിഫോം ചെയ്യാം, എങ്ങനെ മോറലി, ധാർമ്മികപരമായും സാമൂഹ്യപരമായും എങ്ങനെ റിഫോം ചെയ്യാം എന്നുള്ളതായിരുന്നു മൊത്തത്തിലൊരു തീം എന്ന് പറയുന്നത്, ആ കാലത്ത് രചിക്കപ്പെട്ട എസ്സേകളുടെ ഒരു തീം. ഇനി എഡിസൻ്റെയും സ്റ്റീലിൻ്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, റിച്ചാർഡ് സ്റ്റീല് 1672 മുതൽ 1729 വരെയാണ് അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റീലിനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹമാണ് ദി ടാറ്റ്ലർ എന്ന് പറയുന്ന ഒരു പീരിയോഡിക്കൽ അദ്ദേഹം തുടങ്ങി. ദ സ്പെക്ടാറ്റർ എന്ന് പറഞ്ഞിട്ട് 1711 അടുത്തൊരു പീരിയോഡിക്കൽസ് മൂപ്പര് സ്റ്റാർട്ട് ചെയ്തു. അധികവും എസ്സേസൊക്കെ ഡൈഡാക്റ്റിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന രൂപത്തിൽ, ജനങ്ങൾക്ക് ഇൻഫോർമേഷൻസ് കൈമാറുന്ന, ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലുള്ള എസ്സേകളാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. സോഷ്യൽ റിഫോംസ് വേണം, പിന്നെ അതേപോലെ തന്നെ കുറച്ചുകൂടി ഫെമിനിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വുമൺലി സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്സേകളായിരുന്നു അദ്ദേഹം അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ആളാണ് ജോസഫ് എഡിസൺ. 1672 മുതൽ 1719 വരെ ജീവിച്ച ജോസഫ് എഡിസൺ. അദ്ദേഹം ഡ്രാമ, പോയട്രി ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ, കൂടെ എസ്സേസ്.
അദ്ദേഹം സർ റോജർ ഡി കവർലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ മൂപ്പരുണ്ടാക്കി. എന്നിട്ട് ഒരുപാട് 400-ലധികം എസ്സേയ്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മോഡറേഷൻ വേണം, ടോളറൻസ് വേണം, സൗഹാർദ്ദം വേണം, മതസൗഹാർദ്ദങ്ങൾ, മതങ്ങൾ തമ്മിലുള്ള, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലൊക്കെ സൗഹാർദ്ദം വേണം എന്നൊക്കെയുള്ള ടോപ്പിക്സിൽ ആണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. വേറെയും ഒരുപാട് സബ്ജക്റ്റുകളെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഇതുകൂടി ഉൾപ്പെടുന്നു എന്ന് മാത്രം. അടുത്തതാണ് നമുക്ക് സാമുവൽ ജോൺസൺ എടുക്കാം. ദ ഗ്രേറ്റ് ലെക്സിക്കോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി ഉണ്ടാക്കിയ ആളാണ് സാമുവൽ ജോൺസൺ. അപ്പോൾ 1747 അദ്ദേഹം ബിഗാൻ വർക്കിംഗ് ഓൺ ഹിസ് ഡിക്ഷണറി, ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻസ് ടു സ്കോളർഷിപ്പ്. ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ നല്ലൊരു ഫുള്ളി ഫ്ലെഡ്ജഡ് ഡിക്ഷണറി ഉണ്ടാക്കുന്നത് സാമുവൽ ജോൺസൺ ആണ്. പിന്നീട് ദി റാംബ്ലർ എന്ന് പറയുന്ന പീരിയോഡിക്കലിലേക്ക് അദ്ദേഹം ഒരുപാട് എസ്സേകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ റാസലാസ് എന്ന് പറയുന്ന ഒരു നോവൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ പീരിയോഡിക്കൽസിൽ സെഗ്മെൻറ്റുകളായിട്ട് പബ്ലിഷ് ചെയ്ത് വന്നതായിരുന്നു. 1759 അത് പൂർണ്ണമായും ഒരു പുസ്തക രൂപത്തിൽ ഇറങ്ങുന്നത്. 1777 ലൈവ്സ് ഓഫ് ദി പോയറ്റ്സ് എന്ന് പറയുന്ന 52 പോയറ്റ്സിൻ്റെ ബയോഗ്രഫി പറയുന്ന ഒരു പുസ്തകം, ഒരു എസ്സേ ബയോഗ്രഫി പുസ്തകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സാമുവൽ ജോൺസൺ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അതർ 18th സെഞ്ച്വറി ജയൻസ്, 18th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന മറ്റു പ്രധാനപ്പെട്ട എഴുത്തുകാരെ കുറിച്ചിട്ട് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്ന ആളുകളാണ് ഒലിവർ ഗോൾഡ്സ്മിത്ത്. ദ സിറ്റിസൺ ഓഫ് ദി വേൾഡ് എന്ന് പറയുന്ന അദ്ദേഹം ഇമാജിനറി ലെറ്റേഴ്സ് ഫ്രം എ ചൈനീസ് ഒബ്സർവർ കമൻറ്റിംഗ് ഓൺ ഇംഗ്ലീഷ് സൊസൈറ്റി വിത്ത് സിമ്പിൾ യെറ്റ് ഷ്രൂഡ് ഒബ്സർവേഷൻസ്. ദ സിറ്റിസൺ ഓഫ് ദി വേൾഡ് എന്നാണ് എസ്സേകളുടെ സമാഹാരത്തിൻ്റെ പേര്. അത് ഒരു ചൈനീസ് ആൾ ഇംഗ്ലീഷ് സൊസൈറ്റി എങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് എഴുതുന്ന ഇമാജിനറി ലെറ്റേഴ്സിൻ്റെ രൂപത്തിലാണ് സിറ്റിസൺ ഓഫ് ദി വേൾഡ് ഇറങ്ങിയിട്ടുള്ളത്. അടുത്തതാണ് എഡ്മണ്ട് ബർക്കിൻ്റെ എ ഫിലോസഫിക്കൽ ഇൻക്വയറി ഇൻ ടു ദി ഒറിജിൻ ഓഫ് അവർ ഐഡിയാസ് ഓഫ് ദി സബ്ലിം ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന എസ്സേ. അത് ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ഫിലോസഫിക്കൽ വർക്കാണ്. തത്വ സംഹിതകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള തത്വശാസ്ത്രങ്ങളൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ്. ഫിലോസഫിക്കൽ ഇൻക്വയറി ഇൻ ടു ദി ഒറിജിൻ ഓഫ് അവർ ഐഡിയാസ് ഓഫ് ദി സബ്ലിം ആൻഡ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുളിനെ കുറിച്ചിട്ടും സബ്ലിം എന്ന് പറഞ്ഞാൽ മഹത്വമായ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു ഫിലോസഫിക്കൽ ആധ്യാത്മികമായിട്ടുള്ള ഒരു എസ്സേയാണ് എഡ്മണ്ട് ബർക്കിൻ്റെ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള വർക്ക്. 1756 അത് എഴുതപ്പെട്ടിട്ടുള്ളത്. പിന്നീട് 19th സെഞ്ച്വറിയിൽ എല്ലാവർക്കും അറിയാം, റൊമാൻറ്റിക് വിക്ടോറിയൻ ഏജാണ് 19th സെഞ്ച്വറി എന്ന് പറയുന്നത്. പ്രോസ് ഓഫ് ദി റൊമാൻറ്റിക് പീരീഡ് ഇവോൾവ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി വിത്ത് ഗ്രേറ്റ് എസ്സേസ് ലൈക്ക് ചാൾസ് ലാംബ്, വില്യം ഹേസ്ലിറ്റ്. ഇവരൊക്കെയാണ് അന്നത്തെ പ്രധാനപ്പെട്ട പ്രോസ് റൈറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ചാൾസ് ലാംബിൻ്റെ ഡ്രീം ചിൽഡ്രൻ, എ റെവറി, എന്ന് പറയുന്ന ഡ്രീം ചിൽഡ്രൻ എ റെവറി എന്ന് പറയുന്ന ഒരു പേഴ്സണൽ എസ്സേകളുടെ ഒരു സമാഹാരമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വില്യം ഹേസ്ലിറ്റിൻ്റെ ഓൺ ദി പ്ലഷർ ഓഫ് ഹെയ്റ്റിംഗ്, എന്നാണ് അദ്ദേഹത്തിൻ്റെ എസ്സേകളുടെ പേര്. അതും പേഴ്സണൽ എസ്സേകളാണ്. പിന്നീട് ഈ ഒരു ടൈമിൽ വരുന്ന സംഭവമാണ് ലിറ്റററി മാഗസിൻസിൻ്റെ
ഒരുപാട് ലിറ്റററി മാഗസിൻസ്, ദ എഡിൻബർഗ് റിവ്യൂ, ദ ക്വാർട്ടർലി റിവ്യൂ, ബ്ലാക്ക് വുഡ്സ് മാഗസിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാഗസിൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ഇറങ്ങുന്ന രൂപത്തിൽ ജേണൽസ് വന്നിട്ടുണ്ട്. ദ മോർണിംഗ് ക്രോണിക്കിൾ, ദ മോർണിംഗ് പോസ്റ്റ്, ദ ടൈംസ്. ഓക്കെ. പിന്നെ വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, സ്കോട്ട്, ഷെല്ലി, കീറ്റ്സ് ഇവരൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രോസ് എഴുതിയിട്ടുണ്ട്. ഗദ്യ സാഹിത്യത്തിലും അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഇനി ചാൾസ് ലാംബിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു കൃതിയാണ് ദ ബിലൗഡ് എലിയ. ലിറ്റററി ജേർണിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം അതിലെഴുതിയിട്ടുള്ളത്. ബിഗാൻ ആസ് എ പോയറ്റ്, അറ്റംപ്റ്റഡ് ട്രാജിക് പ്ലേസ്, കമ്പൈൽഡ് ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വിത്ത് സിസ്റ്റർ മേരി എന്ന് പറയുന്ന വേറൊരു ഓതറിൻ്റെ കൂടെ കൂടിയിട്ട് ഷേക്സ്പിയറിൻ്റെ കഥകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ക്രിറ്റിക്കൽ വർക്കാണ് സ്പെസിമെൻസ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമാറ്റിക് പോയറ്റ്സ്. ഡ്രാമാറ്റിക് പോയറ്റ്സിനെ കുറിച്ചിട്ട്, ഡ്രാമാറ്റിക് പോയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ജോൺറിനെ കുറിച്ചിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഡ്രാമാറ്റിക് പോയറ്റ്സിനെ കുറിച്ചിട്ട്, ഇംഗ്ലീഷ് ഡ്രാമാറ്റിക് പോയറ്റ്സിനെ കുറിച്ചിട്ടൊരു സാഹിത്യ നിരൂപണ വർക്കും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദ എസ്സേസ് ഓഫ് എലിയ 1823 അത് ഇറങ്ങുന്നത്. പിന്നെ ദ ലാസ്റ്റ് എസ്സേസ് ഓഫ് എലിയ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു പുസ്തകം കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. Essays abound in humor and pathos, remarkable for delicate insight and literary taste. നല്ല രീതിയിൽ ലിറ്റററി രൂപത്തിൽ സാഹിത്യത്തിൻ്റെ പല ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടാണ് ബിലൗഡ് എലിയ അല്ലെങ്കിൽ ദ എസ്സേസ് ഓഫ് എലിയ എന്ന് പറയുന്ന ഒരു ബിലൗഡിനോട്, ഒരു കാമുകിയോട് പറയുന്ന രൂപത്തിലാണ് ആ ഒരു സംഭവം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വരുന്നത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ലിറ്റററി ക്രിറ്റിക്കാണ് വില്യം ഹേസ്ലിറ്റ്. വില്യം ഹേസ്ലിറ്റ് പ്രധാനമായിട്ടും അറിയപ്പെടുന്ന ലിറ്റററി ക്രിറ്റിസിസാണ്, അഥവാ സാഹിത്യ നിരൂപണങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഏരിയ. ക്യാരക്ടേഴ്സ് ഓഫ് ഷേക്സ്പിയർസ് പ്ലേസ്, ദ ഇംഗ്ലീഷ് പോയറ്റ്സ്, ദ ഇംഗ്ലീഷ് കോമിക് റൈറ്റേഴ്സ്, ദ ഡ്രമാറ്റിക് ലിറ്ററേച്ചർ ഓഫ് ദി ഏജ് ഓഫ് എലിസബത്ത്. അപ്പോൾ ഈ ഒരു 4 പുസ്തകങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ഒരു അറിയപ്പെട്ട ലിറ്റററി ക്രിറ്റിക്, സാഹിത്യ നിരൂപകനായിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഓഫ് എസ്സേസിൻ്റെ പേരാണ് ദ റൗണ്ട് ടേബിൾ ടോക്ക്, ദ സ്പിരിറ്റ് ഓഫ് ദ ഏജ് എന്നൊക്കെ പറയുന്ന ഈ 3 പുസ്തകങ്ങൾ. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണോ അത് വളരെ ഹോണസ്റ്റായിട്ട് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി. Ability to communicate enjoyment, gift for evoking unnoticed beauty, emotional rather than objective judgment. അപ്പോൾ വളരെ ഇമോഷണലായിട്ട് എന്താ പറയുക, വളരെ നല്ല എൻജോയ്മെൻറ്റ് കിട്ടുന്ന രൂപത്തിലാണ് അദ്ദേഹം ആ ലിറ്റററി ക്രിറ്റിസിസത്തിലെ ഈ എസ്സേകളൊക്കെ എഴുതിയിട്ടുള്ളത്. വിക്ടോറിയൻ ഇറയിലെ പ്രധാനപ്പെട്ട എസ്സേയിസ്റ്റുകളിൽ പെട്ട ഒരാളാണ് തോമസ് കാർലൈൽ. തോമസ് കാർലൈൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം വിക്ടോറിയൻ പ്രോസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. ദ ലൈഫ് ഓഫ് ഷില്ലർ. പിന്നെ ബേൺസിനെ കുറിച്ചിട്ടും സ്കോട്ടിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം, സ്കോട്ട് ബേൺസ് എന്നൊക്കെ പറയുന്ന സാഹിത്യകാരന്മാരെ കുറിച്ചിട്ട് അദ്ദേഹം ലിറ്റററി ക്രിറ്റിക് എസ്സേകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാർലൈലിൻ്റെ അടുത്തൊന്നാണ് സാർത്തർ റസാർത്തസ്. സാർത്തർ റസാർത്തസ് 1836 അത് എഴുതുന്നത്. ഹാഫ് എസ്സേ ഹാഫ് ഫിക്ഷൻ, എന്നാലോ ഹാഫ് എസ്സേ ആണ്, ഹാഫ് ഫിക്ഷനിലാണ്, എന്നാലും അത് നല്ല സോഷ്യൽ ക്രിട്ടിക്കുമാണ്. വളരെ നല്ല സാമൂഹ്യ നിരൂപണം വരുന്ന, സമൂഹത്തെ നിരൂപിക്കുന്ന ഒരു പുസ്തകമാണ് സാർത്തർ റസാർത്തസ് എന്ന് പറയുന്ന പുസ്തകം. അടുത്ത ആളാണ് ജോൺ റസ്കിൻ. ജോൺ റസ്കിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആർട്ട്, പൊളിറ്റിക്സ്, എക്കണോമിക്സ് ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ. ദി 7 ലാംപ്സ് ഓഫ് ആർക്കിടെക്ചർ 1849 എഴുതിയത് 7 ലാംപ്സ് ഓഫ്
ആർക്കിടെക്ചർ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിൻ്റേതാണ്. അതുപോലെ തന്നെ ജോൺ റസ്കിൻ്റെ അൺടു ദിസ് ലാസ്റ്റ് എന്ന് പറയുന്ന 1860 എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട്. അത് ഗാന്ധിജിയുടെ ഇക്കണോമിക് തോട്ടുകളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അൺടു ദിസ് ലാസ്റ്റ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് വാൾട്ടർ പാറ്റർ. എഴുത്തുകാരനാണ് വാൾട്ടർ പാറ്റർ. വാൾട്ടർ പാറ്റർ ഒരു നല്ല ലിറ്റററി ക്രിറ്റിക്കാണ്. സ്റ്റഡീസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് റിനൈസൻസ് എന്ന് പറയുന്ന റിനൈസൻസ് ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയ നല്ല ഒരു ഈസ്തറ്റിക് ക്രിറ്റിക് വർക്കാണ് സ്റ്റഡീസ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് റിനൈസൻസ്. ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു എഴുത്തുകാരനാണ് മാത്യു ആർണോൾഡ്. മാത്യു ആർണോൾഡ് എല്ലാവർക്കും അറിയണ പോലെ തന്നെ നല്ലൊരു പോയറ്റുമാണ്, അതുപോലെ തന്നെ നല്ലൊരു നിരൂപകനുമാണ്. അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ വർക്കാണ് എസ്സേസ് ഇൻ ക്രിറ്റിസിസം. 1865 1889 ഇറങ്ങിയിട്ടുണ്ട്. പിന്നീട് വരുന്ന പുസ്തകമാണ് സോഷ്യൽ കമൻ്ററി, അഥവാ സമുദായത്തെ നിരൂപിച്ചു കൊണ്ടുവരുന്ന സോഷ്യൽ ഇഷ്യൂസിനൊക്കെ കമൻ്റ് ചെയ്യുന്ന പുസ്തകമാണ് കൾച്ചർ ആൻഡ് അനാർക്കി, ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ. കൾച്ചറിനെ കുറിച്ചിട്ടും സൊസൈറ്റിയെ കുറിച്ചിട്ടൊക്കെ വളരെ സവിസ്തരം വിശദീകരിക്കുന്ന പുസ്തകമാണ് കൾച്ചർ ആൻഡ് അനാർക്കിയും ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മയും. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വളരെ ഈസി, എലഗൻറ്റ്, ഡിസ്റ്റിങ്ക്റ്റ്, റിതമിക്കൽ, ലോജിക്കൽ, മെഷേർഡ് ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ ഉള്ള വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന വളരെ ഈസി ആയിട്ട് എഴുതിയ ഒരു ഗദ്യ സാഹിത്യത്തിൻ്റെ ഉടമയാണ് മാത്യു ആർണോൾഡ്. ഇനി നമുക്ക് വരുന്നതാണ് 20ാം സെഞ്ച്വറി. 20th സെഞ്ച്വറിയിൽ മോഡേൺ ക്രിറ്റിക്കൽ എസ്സേസ് ആണ് അധികവും വരുന്നത്. ആധുനിക നിരൂപണത്തിൽ വരുന്ന സാഹിത്യ നിരൂപണത്തിൽ വരുന്ന പ്രബന്ധങ്ങളാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഏരിയ. അതിൽ നമുക്ക് ജി കെ ചെസ്റ്റേർട്ടൻ എന്ന് പറയുന്ന എസ്സേയിസ്റ്റ്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട എസ്സേയിസ്റ്റാണ്. വളരെ ഹ്യൂമറസ് ആയിട്ട് വളരെ ഫലിതം ഒക്കെ നിറഞ്ഞ രൂപത്തിൽ എഴുതിയ എസ്സേയിസ്റ്റാണ് ജി കെ ചെസ്റ്റേർട്ടൻ. അതുപോലെ തന്നെ അടുത്ത ആളാണ് ഇ.വി. ലൂക്കാസ്. 20th സെഞ്ച്വറിയിൽ ചാൾസ് ലാംബ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് ഇ.വി. ലൂക്കാസ്. അടുത്ത ആളാണ് റോബർട്ട് ലിൻഡ്. പേഴ്സണൽ എസ്സേ, സബ്ജക്റ്റീവ് എസ്സേകൾ നന്നായിട്ട് എഴുതിയ ആളാണ് റോബർട്ട് ലിൻഡ്. അടുത്ത ആളാണ് എ ജി ഗാർഡിനർ. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു, എസ്സേയിസ്റ്റ് ആയിരുന്നു. മോഡേൺ സെൻസിബിലിറ്റിയെ കുറിച്ചിട്ടും എനർജിയെ കുറിച്ചിട്ടൊക്കെ വളരെ നന്നായിട്ട് എസ്സേ എഴുതിയ ആളാണ് എ ജി ഗാർഡിനർ. ലിറ്റററി ജയൻസ് ഓഫ് ദ 20th സെഞ്ച്വറി. 20th സെഞ്ച്വറിയിലെ ലിറ്റററി ജയൻസ് ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയുക, വളരെ നന്നായിട്ട് ഒരു സംശയവുമില്ലാതെ നിസ്സംശയം പറയാൻ പറ്റുന്ന ആളാണ് വിർജീനിയ വൂൾഫ്, ടി.എസ്. എലിയട്ട്, ആൾഡസ് ഹക്സ്ലി, അതുപോലെ തന്നെ ജോർജ് ഓർവെല്ലൊക്കെ. വിർജീനിയ വൂൾഫിനൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ കുറേ സാധനങ്ങൾ വിർജീനിയ വൂൾഫിൻ്റെ എ റൂം ഓഫ് വൺസ് ഓൺ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എ റൂം ഓഫ് വൺസ് ഓൺ 1929 എഴുതപ്പെട്ട റൂം ഓഫ് വൺസ് ഓൺ. അത് ഒരു ഫെമിനിസ്റ്റ് ക്ലാസിക്കാണ്. ഫെമിനിസത്തിന് വളരെ നന്നായിട്ട് അവതരിപ്പിച്ച ഒരു പുസ്തകമാണ് എ റൂം ഓഫ് വൺസ് ഓൺ. പിന്നീട് അടുത്ത ആളാണ് ടി.എസ്. എലിയട്ടിൻ്റെ ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലൻറ്റ്. ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലൻറ്റ്. ടി.എസ്. എലിയട്ടും ഒരുപാട് ലിറ്റററി തിയറിയിലും ലിറ്റററി ക്രിറ്റിസിസത്തിലൊക്കെ ഒരുപാട് പുസ്തകങ്ങളും ആർട്ടിക്കിൾസും എസ്സേയ്സൊക്കെ എഴുതിയ ആളാണ് ടി.എസ്. എലിയട്ട്. അടുത്ത ആളാണ് ആൾഡസ് ഹക്സ്ലിയുടെ കളക്റ്റഡ് എസ്സേയ്സ് എന്ന് പറയുന്നൊരു സമാഹാരമുണ്ട്. 1958 ഇറങ്ങിയതാണത്. അടുത്ത ആളാണ് ജോർജ് ഓർവെൽ. നിങ്ങൾക്കൊക്കെ അറിയാം, ഒരുപാട്
പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ജോർജ് ഓർവെല്, ഷൂട്ടിംഗ് ആൻ എലഫൻറ്റ്. അദ്ദേഹത്തിൻ്റെ എസ്സേകളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷൂട്ടിംഗ് എലഫൻറ്റ്, പിന്നെ പൊളിറ്റിക്സ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ എസ്സേകളുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചിട്ടൊക്കെ. അപ്പം എസ്സേ റൈറ്റിങ്ങിൽ 20ാം സെഞ്ച്വറിയിലെ ലിറ്റററി ജയൻസ് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഈ 4 പേരാണുള്ളത്. വിർജീനിയ വൂൾഫ്, T.S. എലിയട്ട്, ആൾഡസ് ഹക്സ്ലി, അതുപോലെ തന്നെ ജോർജ് ഓർവെല്. ഇനി ഇതിൻ്റെ ഒരു ഇവല്യൂഷൻ ടൈം ലൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 16ാം സെഞ്ച്വറിയിലാണ് ഇംഗ്ലീഷ് എസ്സേ വരുന്നത്. ഫ്രാൻസിസ് ബേക്കൺ ആ ഒരു ടൈമിലാണ് വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ 17ാം സെഞ്ച്വറിയിൽ മിൽട്ടനും റെജിസ്ട്രേഷൻ ഏജൊക്കെ ആ ഒരു ടൈമിലാണ് വരുന്നത്. 18ാം സെഞ്ച്വറിയിൽ പീരിയോഡിക്കൽസ്, സോഷ്യൽ റിഫോംസ് ഒക്കെയാണ് അന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. 19ാം സെഞ്ച്വറിയിൽ റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ എസ്സേയിസ്റ്റുകളാണുള്ളത്. 20ാം സെഞ്ച്വറിയിൽ ക്രിറ്റിക്കൽ എസ്സേകൾ, മോഡേൺ വോയിസിൽ ഇപ്പോൾ ഫെമിനിസം, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ മുന്നോട്ട് വന്ന ഇയറയാണ്, കാലഘട്ടമാണ് 20ാം സെഞ്ച്വറി. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ ബേക്കൺ ഒക്കെ തുടങ്ങി വെച്ചൊരു സംഭവം 20ാം നൂറ്റാണ്ടിൽ T.S. എലിയട്ടും വിർജീനിയ വൂൾഫും ആൾഡസ് ഹക്സ്ലിയും ഒക്കെയാണ് നിർവഹിച്ച് അവിടെ വരെയാണ് എത്തി നിൽക്കുന്നത്. പിന്നീട് പീരിയോഡിക്കൽസിൻ്റെ ടൈം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മാഗസിൻസ്, സാധനങ്ങൾ, പാംഫ്ലെറ്റ്സ് വന്നത് ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എസ്സേകളാണ് വളരെ നന്നായിട്ട് ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറാനുള്ള ഏറ്റവും നല്ലൊരു ഇൻഫ്ലുവൻഷ്യൽ മീഡിയം ഓഫ് തോട്ട് ഷെയറിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പവർഫുൾ ലിറ്റററി ടൂളായിട്ട് നമുക്ക് എസ്സേയെ പരിചയപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് യൂണിറ്റിൽ, ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. So let's go into the details of specific essays, specific writings of the major giant essays in the future lessons. So that's it for today. Thank you.